Hi dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. നമ്മൾ സെക്ഷൻ 57B അതായിരുന്നു പഠിച്ചത്. നമുക്കതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്കീം മെൻഷൻഡ് അണ്ടർ സെക്ഷൻ 57B? ആൻസർ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. ഈ സെക്ഷൻ 57B പറയുന്ന സ്കീമിൻ്റെ പേരെന്താണ്? അത് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഹാസ് ദ പവർ ടു ഫ്രെയിം ദ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം? ആൻസർ ദ ഗവൺമെൻറ്. ഈ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം കൊണ്ടുവരുന്നത് ആരാണ്? അതിൻ്റെ പവർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? അത് ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു സ്കീമാണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. നെക്സ്റ്റ്, അണ്ടർ വിച്ച് സെക്ഷൻ ക്യാൻ എ സൊസൈറ്റി കോൺട്രിബ്യൂട്ട് ടു ദി ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം? ആൻസർ സെക്ഷൻ 57B സബ്സെക്ഷൻ 2. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിലേക്ക് സൊസൈറ്റി ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ, അത് സെക്ഷൻ 57B സബ്സെക്ഷൻ 2 പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്തിൻ ഹൗ മെനി മന്ത്സ് മസ്റ്റ് സൊസൈറ്റീസ് എൻറോൾ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ സ്കീം ആഫ്റ്റർ കമൻസ്മെൻറ്റ്? ആൻസർ വിത്തിൻ 6 months. അതായത് ഈ സ്കീം തുടങ്ങിയിട്ട് എത്ര നാളുകൾക്കുള്ളിലാണ് സൊസൈറ്റി ഈ സ്കീമിലേക്ക് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? അത് 6 മാസം. 6 മാസം, അതായത് ഈ സ്കീം 2013 അമെൻമെൻറ്റ് പ്രകാരം വന്നേക്കുന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ ഇങ്ങനെ ഈ സ്കീമിലേക്ക് അംഗത്വം എടുക്കുകയും ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ഇഫ് എ സൊസൈറ്റി ഫെയിൽ ടു എൻറോൾ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം? ആൻസർ ഇറ്റ് ലോസസ് ദ റൈറ്റ് ടു ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ്. ഇങ്ങനെ സൊസൈറ്റികൾ ഈ സ്കീമിലേക്ക് അംഗത്വം എടുക്കാതിരിക്കുകയോ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ വന്നാൽ എന്ത് സംഭവിക്കും എന്നാണ്. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സൊസൈറ്റിയെ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന, ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിനുള്ള റൈറ്റ്, അധികാരം, അത് നിർത്തലാക്കുമെന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who can issue a prohibition order to stop a society from accept deposits? Answer the registrar. ആരാണ് ഈ പ്രൊഹിബിഷൻ ഓർഡർ പുറപ്പെടുവിക്കുന്നത്? അതായത് ഈ സ്കീമിലേക്ക് അംഗത്വം എടുക്കാതെ ഇരുന്നാൽ പിന്നീട് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള ആ പ്രൊഹിബിഷൻ ഓർഡർ അത് ആരാണ് പുറപ്പെടുവിക്കുന്നത്? അത് രജിസ്ട്രാറാണ് അത് പുറപ്പെടുവിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, before issuing a prohibition order, who must be given a chance to raise objections? Answer the chief executive. അതായത് ഈ പ്രൊഹിബിഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തു രജിസ്ട്രാർ, ഇനി ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പാടില്ല ഈ സ്കീമിൽ അംഗത്വം എടുക്കാത്തത് കൊണ്ട്, അങ്ങനെ ഒരു ഓർഡർ പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ ഒരു ഒബ്ജക്ഷനായിട്ട്, അതായത് അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തുകൊണ്ട് എങ്ങനെയൊരു സ്കീമിൽ അംഗത്വം എടുത്തില്ല എന്നുള്ള ആ ഒരു കാരണം വിവരിച്ചുകൊണ്ട് ഈ ഓർഡറിനെതിരെ ഒരു ഒബ്ജക്ഷൻ കൊടുക്കാനുള്ള അധികാരം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who has the power to exempt any society from enrolling in the deposit guarantee scheme? Answer the registrar. അതുപോലെ തന്നെ രജിസ്ട്രാർക്ക് ഒരു റൈറ്റ് ഉള്ളത് ഏതെങ്കിലും ഒരു സൊസൈറ്റിയെ താൽക്കാലികമായിട്ട്, അതായത് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഈ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ അംഗത്വം എടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കി നിർത്താനുള്ള അധികാരമുണ്ട്. അങ്ങനെ അധികാരം കൊടുക്കുന്നത് രജിസ്ട്രാർക്ക് മാത്രമാണ്. അദ്ദേഹമാണ് അങ്ങനെ ഏതെങ്കിലും ഒരു സൊസൈറ്റിയെ ഒഴിവാക്കണമെന്നുള്ള ഒരു കാരണം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒഴിവാക്കി കൊടുക്കുന്നത് രജിസ്ട്രാറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, for how long can an exemption from the scheme be given? Answer up to 1 year. മേളിൽ പറഞ്ഞിരുന്നു. അതായത് ഇങ്ങനെയുള്ള എക്സംഷൻ, ഈ ഒഴിവാക്കി കൊടുക്കുന്ന കാലാവധി എത്ര നാളത്തേക്കാണെന്നുള്ളതാണ്. അത് 1 വർഷം വരെയാണ് ആ എക്സംഷൻ പീരീഡ് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
What is the penalty if a society violates a prohibition order? Answer. The registrar can demand a penalty of ₹5,000. അതായത് ഈ പ്രൊഹിബിഷൻ ഓർഡർ പുറപ്പെടുവിച്ചാൽ, അതായത് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയാണെങ്കിൽ സൊസൈറ്റിക്ക് പെനാൽറ്റി വരും. അത് എങ്ങനെയാണെന്നാണ്. അത് രജിസ്ട്രാറാണ് പുറപ്പെടുവിക്കുന്നത്. രജിസ്ട്രാർ ഡിമാൻഡ് ചെയ്യുന്നത് ₹5,000 ഇങ്ങനെ ഡെപ്പോസിറ്റ് സ്വീകരിച്ചാൽ ₹5,000 പിഴയായിട്ട് അടയ്ക്കേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What can the registrar do if the penalty is not paid within 2 weeks? Answer. The registrar can direct the financing bank to recover the amount from the society's account or recover it under the Kerala Revenue Recovery Act 1968. ഇവിടെ പറയുന്നത് എന്താണ്? ഇങ്ങനെ ഈ 5,000 അടയ്ക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പെനാൽറ്റി 2 ആഴ്ച കഴിഞ്ഞിട്ടും അടയ്ക്കുന്നില്ല എങ്കിൽ രജിസ്ട്രാർ അടുത്ത നടപടിയിലേക്ക് കടക്കും. അതെന്താണെന്നാണ്. അത് സൊസൈറ്റിക്ക് അവരുടെ ഫിനാൻസിങ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ അക്കൗണ്ടിൽ നിന്നും എമൗണ്ട് റിക്കവർ ചെയ്യാനായിട്ട് ഫിനാൻസിങ് ബാങ്കിനെ ഏർപ്പെടുത്തും. അല്ലെങ്കിൽ റവന്യൂ റിക്കവറി ആക്ട് 1968 പ്രകാരം റിക്കവറിക്ക് ഓർഡർ ഇടും. ഈ 2 കാര്യങ്ങളിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ അഡീഷണൽ ചാർജ് ഇഫ് ദ വയലേഷൻ കണ്ടിന്യൂസ്? ആൻസർ. ആൻ അഡീഷണൽ ₹1,000 പെർ ഡേ വിൽ ബി ചാർജ്ഡ്. എന്താണ്? പിന്നെയും ഈ വയലേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പിന്നീടുള്ള ഓരോ ദിവസവും ₹1,000 വെച്ചിട്ട് പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ പഠിക്കാം. സെക്ഷൻ 57C, കൺസോർട്ടിയം ലെൻഡിംഗ് സ്കീം. സെക്ഷൻ 57C subsection 1. The government may, by notification in the Gazette, frame a scheme to be called the Consortium Lending Scheme for the purpose of providing loans for infrastructure development to societies, local authorities, development authorities or similar institutions on government guarantee subject to such terms and conditions as may be specified in the said scheme. സെക്ഷൻ 57Cയിൽ കൺസോർട്ടിയം ലെൻഡിംഗ് സ്കീമിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? 57C സബ്സെക്ഷൻ 1 പറയുന്നു, ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ, ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയാണ് ഈ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ പേരാണ് കൺസോർട്ടിയം ലെൻഡിംഗ് സ്കീം. എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അതെന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സൊസൈറ്റികൾക്ക്, ലോക്കൽ അതോറിറ്റീസിന്, ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ്, അതുപോലെയുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവയ്ക്കൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതായത് ഇപ്പോൾ ബ്രിഡ്ജ് പണിയുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, എനർജി, അങ്ങനെയുള്ളതിനൊക്കെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് പണം കൊടുക്കുന്ന ഒരു സ്കീമാണ്. അതിന് ഗവൺമെൻറ് ഗ്യാരണ്ടി നിൽക്കും. ഈ ഇങ്ങനെ അപ്പം ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കീം ആയതുകൊണ്ട് അത് സൊസൈറ്റികൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും അതിന് അങ്ങനെ ലോൺ കൊടുത്തിട്ട് അതിന് ഗ്യാരണ്ടി കൊടുക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കും. അതാണ് കൺസോർട്ടിയം ലെൻഡിംഗ് സ്കീം. ഇപ്പം ബ്രിഡ്ജ് പണിയുക, റോഡ് പണിയുക, കമ്മ്യൂണിക്കേഷനായിട്ടുള്ള കാര്യങ്ങൾ, എനർജി, ഇപ്പോൾ സോളാർ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രവർത്തികൾക്ക് ഉള്ള പണം കൊടുത്ത് സഹായിക്കുന്ന ഒരു സ്കീമാണ് കൺസോർട്ടിയം ലെൻഡിംഗ് സ്കീം. നെക്സ്റ്റ് സെക്ഷൻ 57C subsection 2. A society may contribute to the consortium lending scheme at such rates as may be specified in the scheme. സബ്സെക്ഷൻ 2 പറയുന്നത് റേറ്റ് ഓഫ് കോൺട്രിബ്യൂഷനാണ്. ഈ സ്കീമിലേക്ക് സൊസൈറ്റികൾ എന്തുമാത്രം പണം കൊണ്ടുവരണം എന്നുള്ള ആ റേറ്റ്, അതാണ് 57C സബ്സെക്ഷൻ 2 പറയുന്നത്. ഇനി ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. സെക്ഷൻ 57C subsection 1, കൺസോർട്ടിയം ലെൻഡിംഗ് സ്കീം. ഗവൺമെൻറ് may
notify a consortium lending scheme. Purpose: provide loans for infrastructure development. Eligible entities: societies, local authorities, development authorities, similar institutions. Loans are backed by government guarantee. Terms and conditions specified in the scheme. Next, section 57C subsection 2, contribution rates will be as specified in the scheme. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ പേഴ്സൺ ഹൂ വാസ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഫോർ 2 കോൺസിക്യൂട്ടീവ് ടേംസ്. ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ്, വൺ വേർഡ് ഓഫ് നോട്ട് എ സിറ്റിസൺ ഓഫ് എ കൺട്രി ഇൻ വിച്ച് ഹീ ഈസ് ലിവിങ്. ആൻസർ ഏലിയൻ. അതായത് ഒരു രാജ്യത്തെ അല്ലാതെ മറ്റൊരു രാജ്യത്ത് പോയി താമസിക്കുന്നയാളെയാണ് ഏലിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സീരീസ് ഈസ് ഗിവൺ വിത്ത് 1 term missing. Choose the correct alternative from the given one that will complete the series. 68, 72, 65, 69, 62, 66 and dash. Options: 59, 61, 68, 75. Answer is 59. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ഇത് ഒന്നിടവിട്ട് നമ്പേഴ്സ് നോക്കുക. 68, 65, 62. അതുപോലെ തന്നെ 72, 69, 66. എന്താ തമ്മിലുള്ള വ്യത്യാസം? 3, 3, 3 കുറച്ച് കുറച്ചാണ് പോകുന്നത്. 68 നിന്ന് 3 കുറച്ചാൽ 65, 65 നിന്ന് 3 കുറച്ചാൽ 62. അപ്പോൾ 62 നിന്ന് 3 കുറച്ചാൽ 59 കിട്ടുക. അതാണ് ഇവിടുത്തെ ആൻസർ. Now, your turn to answer. Question number 1, last district formed in Kerala. Next, one word of begun. Next, choose the correct alternative from the given one that will complete the series. ABC, FGH, LMN, dash. Leave your answer in the comment box and stay tuned for the next episode. Thank you.